നമസ്തേ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് വേണം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാനായിട്ട് തുടങ്ങേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ഓഫ് സെറ്റ്സ് ആണ്. അപ്പോൾ രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. കൺസിഡർ ടു സെറ്റ്സ് A is equal to set 1, 2, 3 and B is equal to set A, B. നമ്മൾ രണ്ട് സെറ്റ്സ് കൺസിഡർ ചെയ്തു. Then the ordered pair, that is 1A, നമ്മൾ എയിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു, ബിയിൽ നിന്ന് വേറൊരെണ്ണം എടുത്തു. ഇനി അതുപോലെ 1B, 2A, 2B, 3A, 3B. അതായത് നമ്മൾ ഒരു കളക്ഷൻ എടുത്തു. എങ്ങനെ? എയിൽ ഒരു എലമെൻറ്റും ബിയിൽ ഒരു എലമെൻറ്റും നമ്മൾ എടുത്ത് ഒരു ഗ്രൂപ്പാക്കി. അതുപോലെ 1A ഇതിന് നമ്മളിത് ആരോ ഡയഗ്രം ഉപയോഗിച്ച് നമുക്കത് ഇങ്ങനെ ഡിനോട്ട് ചെയ്ത് എ എന്നുള്ള സെറ്റ്, ഇത് ബി എന്നുള്ള സെറ്റ്. എയിലെ എലമെൻറ്റ്സ് ആരൊക്കെയാണ്? 1, 2, 3. ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? എ, ബി. അപ്പോൾ ഞാൻ എയിൽ നിന്ന് 1 എടുത്തു, അതുപോലെ 1B, 1A, 1B. അടുത്തത് ഞാൻ 2A, 2B. ഇനി ഞാൻ 3A, 3B. ഇങ്ങനെ പെയറായിട്ട് എലമെൻറ്റ്സ് കളക്ട് ചെയ്തു. ഓക്കെ, ദിസ് കളക്ഷൻ ഓഫ് ഓർഡേർഡ് പെയർസ്, ഇവയെ എന്ത് പേര് പറയും? ഓർഡേർഡ് പെയർ. ആ പെയറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പെയർ മീൻസ് ഒരു ജോഡി, ഇല്ലേ? ഇപ്പം രണ്ടെണ്ണം, അത് എൻ്റെ എങ്ങനെയായിരിക്കണം? ഓർഡറിലായിരിക്കണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഫ്രം എ ആൻഡ് സെക്കൻഡ് ഈസ് ഫ്രം ബി. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത ഈ ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷനെയാണ് ദിസ് കളക്ഷൻ ഈസ് കാൾഡ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ ക്രോസ് ബി. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ഈസ് ഡിനോട്ടഡ് ആസ് എ ക്രോസ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ 1A, 1B, 2A, 2B, 3A, 3B. Okay, the collection of ordered pairs, the first is from set A and the second element is from the second set B. Again, consider B cross A. നമ്മൾ B cross A എന്നൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ the first element is from B and the second element is from A. അപ്പോൾ എങ്ങനെ വരുമെന്നൊന്ന് പറയാം. B cross A ആകുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ബിയിൽ നിന്നായിരിക്കണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? A1, A2, A3. Similarly, B1, B2, B3. That is A1, A1, A2, A3, B1, B2 and B3. This collection of ordered pairs is called B cross A. This is called the Cartesian product of B and A. This is called the Cartesian product of A and B. Okay, ഈ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കിയേ? 3 എലമെൻറ്റ്സ്. ബിയിലോ 2 എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കിയേ? 1, 2, 3, 4, 5, 6. ബി ക്രോസ് എയിലോ അവിടെയും 6 എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് ഇഫ് n of A equal to m. ഈ n of A നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാൽ എന്താണ് n of A എന്ന് പറഞ്ഞാൽ? ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് A. അപ്പോൾ എയിൽ m എലമെൻറ്റ്സും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് B, ബിയിൽ n എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് A ക്രോസ് B or the number of elements of B cross A. എ ക്രോസ് ബിയിലായാലും ബി ക്രോസ് ആയാലും എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇവിടെ നമുക്ക് 3ഉം 2 ഇപ്പോൾ 6 അല്ലേ? അതുപോലെ ഇവിടെയും 6 എന്ന് വെച്ചാൽ m × n, 3 × 2 6.
അപ്പോൾ എയിൽ എം എലമെൻസും ബിയിൽ എൻ എലമെൻസും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിലായാലും ബി ക്രോസ് എയിലായാലും എം എൻ എലമെൻസ് ഉണ്ടായിരിക്കും. എം ഇൻറ്റു എൻ എലമെൻസ്, ഇതൊരു റിസൾട്ടാണ്. Okay, if n of A equal to m, n of B equal to n, then n of A cross B or n of B cross A equal to m into n. ഇനി നിങ്ങൾ നോക്കുക, എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം ആണോ എന്ന്? സെയിം ആണോ? അല്ല. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എയിലെ എലമെൻ്റ് ആയിരിക്കണം ഫസ്റ്റ്, ബിയിലത് സെക്കൻഡ്. അതുപോലെ ബി ക്രോസ് എ ആണെങ്കിലോ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഫ്രം ബി ആൻഡ് ദ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ഫ്രം എ. Okay, അപ്പോൾ this is called the Cartesian product of A and B. This is Cartesian product of B and A. Okay, അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? A cross B is equal to, ഇതിരി ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിൽ പറഞ്ഞ്, ഈ എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് എല്ലാം ഏത് രീതിയിലാണ്? ഓർഡേർഡ് പെയേഴ്സ് ആണ്. മറന്നുപോകലും നമുക്ക് ഒരുപാട് സ്ഥലത്ത് വേണ്ടി വരും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെൻറ്റ്സ് എല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് എ ക്രോസ് ബി എങ്ങനെ പറയാം? എ ക്രോസ് ബിയിലെ ആൾക്കാരെല്ലാം എങ്ങനെയാണ്? ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയാണ്. എങ്ങനെ? ഓർഡേർഡ് പെയർ എക്സ് വൈ. എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് എല്ലാം ഓർഡേർഡ് പെയർ എക്സ് വൈ ആണ്. സച്ച് ദാറ്റ് the first element is from A, that is x element of A, y the second element is from B and y is an element of B. ഇതാണ് നമ്മുടെ A cross B യുടെ സെറ്റ് ബിൽഡർ ഫോം. A cross B is equal to set of all ordered pair xy such that x element of A and y element of B. അങ്ങനെയാണെങ്കിൽ B cross A നമ്മൾ എങ്ങനെ പറയും? B cross A is a set of all ordered pair xy such that x belongs to B and y belongs to A. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് റിസൾട്ട് ഉണ്ട് നമുക്ക് ഈ ക്രോസ് പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ്, ഫൈനൈറ്റ് മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ഫൈനൈറ്റ് ആണ്, നമുക്ക് എണ്ണി അത് എടുക്കാൻ പറ്റും. ഇഫ് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ് ദെൻ എൻ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ വേറെ തരത്തിൽ എഴുതിയെന്നുള്ളത് ഏതാണ്? എമ്മും എന്നും വെച്ച് ടീച്ചർ പറഞ്ഞില്ലേ, എൻ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു എം ഇൻറ്റു എൻ. അത് തന്നെയാണ് എയും ബിയും ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻറ്റു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി. ഇനി മറ്റു കുറച്ച് റിസൾട്ടും കൂടെ പറയാം. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ വെച്ച് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സാമിന് ചോദിച്ചാലും നമുക്ക് 2-3 സെറ്റ് എടുത്ത് നമുക്കിത് വെരിഫൈ ചെയ്യാം. ഇടയ്ക്ക് പ്രോബ്ലത്തിൽ നമുക്കിത് കാണുകയും ചെയ്യാം. എ ബി സി ആർ നോൺ എംപ്റ്റി സെറ്റ്സ് എന്ന് വെച്ചാൽ നൾ സെറ്റ് അല്ല എയും ബിയും സിയും എങ്കിൽ എ ക്രോസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഓക്കെ, അതുപോലെ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണെങ്കിൽ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. അതായത് ഇവിടെ നിന്ന് തന്നെ ആദ്യം ബി യൂണിയൻ സി എടുത്തിട്ട് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നതിന് തുല്യമാണ് എന്ത്? എ ക്രോസ് ബി കാണുക, എ ക്രോസ് സി കാണുക, അവയുടെ യൂണിയൻ എടുക്കുക. അതുപോലെ ബി ഇൻ്റർസെക്ഷൻ സി കണ്ടിട്ട് നമ്മൾ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി കാണുന്നതിന് തുല്യമാണ് എ ക്രോസ് ബിയും എ ക്രോസ് സിയും കണ്ടിട്ട് അവയുടെ ഇൻ്റർസെക്ഷൻ എടുക്കുന്നത്. അതുപോലെ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എ, നമ്മൾ എ ക്രോസ് ബിയും ബി ക്രോസ് എയും കണ്ടിട്ട് അവയുടെ ഇൻ്റർസെക്ഷൻ മീൻസ് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അത് എന്തിന് ഈക്വലാണ്? എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും എടുത്തിട്ട് അവയുടെ ക്രോസ് പ്രോഡക്റ്റ് കാണുന്നത്. ഓക്കെ, അതായത് എ ക്രോസ് ബിയും ബി ക്രോസ് എയും തുല്യമല്ല, പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബിക്ക് തുല്യമായിരിക്കും ബി ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എന്തിന് ഈക്വലാണ്? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ ബി ക്രോസ് എക്ക് തുല്യമാണ്. ഇനി എ ക്രോസ് ബിയും എ ക്രോസ് സിയും തുല്യമാകണമെങ്കിൽ, അത് രണ്ട് ക്രോസ് പ്രോഡക്റ്റ് ഇങ്ങനെ തുല്യമാകണമെങ്കിൽ എന്തായിരിക്കണം? ബി ഈക്വൽ ടു സി ആയിരിക്കണം.
ഓക്കെ, ഇനി മറ്റൊരു കണ്ടീഷൻ, ഇഫ് എ ഈക്വൽ ടു നൾ സെറ്റ് ഓർ ബി ഈക്വൽ ടു നൾ സെറ്റ്, എയോ ബിയോ നൾ സെറ്റ് ആയാൽ ദെൻ എ ക്രോസ് ബിയും ബി ക്രോസ് എയും എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ എയോ ബിയോ നൾ സെറ്റ് ആയാൽ എ ക്രോസ് ബിയും ബി ക്രോസ് എയും എന്ത് തന്നെയായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഒന്നിനകത്ത് എലമെൻറ്റിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റത്തില്ല? ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി എന്തായിപ്പോ? അവയെല്ലാം നൾ സെറ്റ് ആയിപ്പോ. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇനി എ ക്രോസ് ബിയും ബി ക്രോസ് എയും നമ്മൾ കണ്ടു നേരത്തെ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും തുല്യം ആകില്ല. എന്നുവെച്ചാൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ഉള്ളത് ഫസ്റ്റ് എലമെൻറ്റ്, ബി സെക്കൻഡ്. ബി ക്രോസ് എ എന്ന് പറഞ്ഞാലോ ബി ഫസ്റ്റ് എലമെൻറ്റ്, എ സെക്കൻഡ് എലമെൻറ്റ്. ഇവയെല്ലാം ഓർഡേർഡ് പെയേഴ്സാണ്, മറന്നു പോകല്ലേ. ഇനി ഒരു പക്ഷേ എ ക്രോസ് ബിയും ബി ക്രോസ് എയും തുല്യമായാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി, അപ്പോൾ എ ഈക്വൽ ടു ബി ആണെങ്കിൽ മാത്രമേ എ ക്രോസ് ബിയും ബി ക്രോസ് എയും തുല്യമാവുകയുള്ളൂ. ഇത് ജസ്റ്റ് കുറച്ച് റിസൾട്ടാണ്, ഇതൊന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനൊന്നും ചോദിക്കത്തില്ല, നമുക്ക് എക്സാമ്പിൾ എടുത്ത് വെരിഫൈ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. A is equal to set 1, 2, B is equal to set 1, 2, 3, 4, C is equal to set 4, 5, 6 and D is equal to set 5, 6, 7, 8. Verify that A cross B intersection C is equal to A cross B intersection A cross C. നേരത്തെ നമ്മൾ റിസൾട്ടായിട്ട് എഴുതിയ ഒരെണ്ണമാണ്. നമുക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വേണം? ആദ്യം എന്ത് വേണം നോക്കിയേ? ബി ഇൻ്റർസെക്ഷൻ സി വേണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ എങ്ങനെ ഇൻ്റർസെക്ഷൻ കാണുന്നത്? രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ കാണാൻ പറഞ്ഞാൽ ആ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ വരും. അപ്പോൾ നിങ്ങൾക്കത് ഒന്നും കൂടെ ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ബി ഇൻ്റർസെക്ഷൻ സി കാണണം. ഓക്കെ, അപ്പം ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു, നോക്കി ബിക്കും സിക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ 1, 2, 3, 4, അവിടെ 4, 5, 6 ആരുണ്ട് കോമൺ? 4 എന്നുള്ളൊരു എലമെൻറ്റ് കോമൺ ഉണ്ട്. സോ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് 4. ഇനി നമുക്ക് എന്ത് കാണണം? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി കാണണം. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു, എയിൽ ആരൊക്കെയുണ്ട്? എയിലുള്ള ആൾക്കാർ 1, 2 ആൻഡ് ബി ഇൻ്റർസെക്ഷൻ സിയിലുള്ളത് ആരാണ്? ബി ഇൻ്റർസെക്ഷൻ സിയിലുള്ള ആളെന്ന് പറഞ്ഞാൽ സെറ്റ് 4 ആണ്. അപ്പോൾ ഇവയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എയിലെ ഒരു എലമെൻറ്റും ബി ഇൻ്റർസെക്ഷൻ സിയിലെ എലമെൻറ്റ്. അപ്പോൾ ആരൊക്കെ വരുമെന്ന് പറ? ഇവിടുത്തെ ഒരു എലമെൻറ്റ്, അതായത് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇവിടുന്ന് ഒരാളെ ഇവിടുന്ന്, ഇപ്പോൾ ആരൊക്കെ എടുക്കാം? 1, 4. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് പെയർ 1, 4. അടുത്തത് പറ ഓർഡേർഡ് പെയർ 2, 4. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ്. ഇതിന് നമുക്ക് 1 എന്ന് വിളിക്കാം. ഈ റൈറ്റ് സൈഡ് നോക്കി എന്തൊക്കെ കാണണം? എ ക്രോസ് ബിയും കാണണം, എ ക്രോസ് സിയും കാണണം. ഓക്കെ, നമുക്ക് എ ക്രോസ് ബി കാണാം. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു, നമുക്ക് എയിൽ ആരൊക്കെയുണ്ട്? 1, 2. ഇവിടെ ആണെങ്കിൽ 1, 2, 3, 4. അപ്പോൾ എ ക്രോസ് ബി നമുക്ക് കാണണം. എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് കാണും എന്ന് പറഞ്ഞേ? ഇവിടെ 2 എലമെൻറ്റ്സും ഇവിടെ 4 എലമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് കാണണം? 2 × 4 8 എലമെൻറ്റ്സ് കാണണം. അപ്പോൾ എങ്ങനെയാണ് എ ക്രോസ് ബി എഴുതുന്നത്? എയിലെ ഒരാളും ബിയിലെ ഒരാളും അങ്ങനെ നമ്മൾ ജോഡി ചേർത്ത് എഴുതും. ഒന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ എന്താ ആരൊക്കെയാ? 1, 1 ഇത് ഇവിടുത്തെ 1, ഈ 1 ഇവിടുത്തെ 1. അപ്പോൾ 1, 1. അടുത്തത് എന്താണ്? 1, 2, 1, 3, 1, 4. അപ്പോൾ ഈ എയിലെ 1നെ ഈ ബിയിലെ എല്ലാവരുമായിട്ട് ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ഇനി 2 വെച്ച് അങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യുക. എന്ത് വരും? 2, 1, 2, 2, 2, 3 ആൻഡ് 2, 4. ഓക്കെ, നോക്കെ 2, 4, 6, 8 എലമെൻറ്റ്സ് ഉണ്ട് എ ക്രോസ് ബിയിൽ. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? എ ക്രോസ് സി. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ക്രോസ് സി?
എ ക്രോസ് സി ഈസ് ഈക്വൽ ടു നോക്കുക, എയിൽ 2 എലമെൻറ്റ്, സിയിൽ എത്ര എലമെൻറ്റ്? 3 എലമെൻറ്റ്. അപ്പോൾ 2 ഗുണം 3, ഈ എ ക്രോസിൽ എത്ര എലമെൻറ്റ്സ് കാണണം? 6 പേര്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ഒരാളും സിയിൽ നിന്ന് ഒരാളും. ഒന്ന് പറഞ്ഞ്, എയിൽ നിന്ന് ഒരാളാകുമ്പം 1 4, അടുത്ത ആൾ പറ 1 5 1 6. എയിലെ 1നെ സിയുമായിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഇനി ആരാ ഉള്ളത്? ഇവിടെ 2. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 2 4 2 5 2 6. ഓക്കെ, 2 4 6. അപ്പോൾ നിങ്ങളിങ്ങനെ തെറ്റിപ്പോകത്തില്ല. 6 എലമെൻറ്റ്സ് വേണം. ഇവിടെ 6 എലമെൻറ്റ്സും ആയി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടുന്നത്? എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. ഓക്കെ, ദാറ്റ് ഈസ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. എങ്ങനെയാണ് ഇൻ്റർസെക്ഷൻ കാണുന്നത്? എ ക്രോസ് ബിയുടെയും എ ക്രോസ് സിയുടെയും ഇൻ്റർസെക്ഷൻ കാണാൻ പറഞ്ഞാൽ ഈ 2 സെറ്റിലും കോമൺ. അപ്പോൾ ഈ 2 സെറ്റിലും കോമൺ ആണ് ഇൻ്റർസെക്ഷൻ. കോമൺ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. ഈ 2 സെറ്റിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കിയേ. ഒരു 1 4 1 4. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ, ഇനി ആരുണ്ട്? 1 1 ഇവിടെ ഇല്ല, 1 2 ഇവിടെ ഇല്ല, 1 3 ഇവിടെ ഇല്ല, 1 4 ഇവിടെയുണ്ട്, 2 1 ഇവിടെ ഇല്ല, 2 2 ഇവിടെ ഇല്ല, 2 3 ഇവിടെ ഇല്ല. ഇനി ആരുണ്ട്? ഒരു 2 4 ഉണ്ട് രണ്ടിടത്തും. ഓക്കെ, അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരൊക്കെയുള്ളു? 1 4 2 4. therefore which is equal to ഓർഡേർഡ് പെയർ 1 4 2 4. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതെല്ലാം നമുക്ക് വെരിഫൈ. ഇത് 2 നിങ്ങൾ 1ഉം 2ഉം ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇവിടെയും 1 4 2 4, ഇവിടെയും 1 4 2 4. therefore നമുക്ക് എന്ത് എഴുതാം? therefore എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. അപ്പോൾ നിങ്ങൾ അവസാനം അങ്ങനെ എഴുതണം. എന്താണ്? therefore എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് -1 1 ഫൈൻഡ് എ ക്രോസ് എ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ ക്രോസ് എ. എ ക്രോസ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെയും 2 സൈഡിൽ എന്ത് തന്നെയാണ്? ഈ ഒരേ സെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ക്രോസ് എ എങ്ങനെ കാണാം? അപ്പോൾ നമുക്ക് വീണ്ടും ഒരു എ വേണേൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എ ക്രോസ് എ കാണണമെങ്കിൽ നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ വീണ്ടും ഒരു എ എഴുതാം. എന്നിട്ട് എ ക്രോസ് എ എന്ന് പറഞ്ഞേ. എ ക്രോസ് എ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് എ. അപ്പോൾ എ ആൻഡ് ബിക്ക് വരും 2 എലമെൻറ്റ് ഫസ്റ്റും സെക്കൻഡും എവിടെ നിന്ന് തന്നെ എടുക്കണം? നമ്മൾ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റും സെക്കൻഡും എലമെൻറ്റ്സ് ഈ എയിൽ നിന്ന് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ ആ തെറ്റാതിരിക്കാനാണ് ഞാൻ വീണ്ടും ഒരു എ എഴുതി. നിങ്ങളിലെ എ ബി പറക്കിയതുപോലെ എടുക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ എഴുതാം. പക്ഷെ ചിലപ്പോൾ തുടക്കക്കാരായ കുട്ടികൾക്ക് ചിലപ്പോൾ പ്രയാസം തോന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു എ എഴുതിയിട്ട് എ ക്രോസ് എ എഴുതാം. ഓക്കെ, അപ്പോൾ എ ക്രോസ് എ എന്ത് വരും എന്ന് പറയാം. നോക്കിയേ, -1 -1 -1 -1 -1 1. അപ്പോൾ -1 വെച്ചെടുത്തു. ഇനി 1 -1 1 -1, അടുത്തത് 1 1. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ എ ക്രോസ് എ എന്നും ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് n of a equal to 3 and n of b equal to 2. എയും ബിയും 2 സെറ്റുകളാണ്. എന്താണ് കണ്ടീഷൻ? n of a equal to 3. എയിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. n of b equal to 2. ബിയിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഓർഡേർഡ് പെയർ x1 y2 z1 ആർ ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ 2-3 ആൾക്കാർ അവർ തന്നിരിക്കുക. നിങ്ങൾക്കറിയാം എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് കാണും? n of എയിൽ 3ഉം n of ബിയിൽ 2 ആകുമ്പോൾ 3 × 2. അപ്പോൾ എ ക്രോസ് ബിയിൽ 6 എലമെൻറ്റ്സ് കാണും. പക്ഷെ അവരതിൽ 3 എണ്ണം എടുത്ത് തന്നിരിക്കുകയാണ്. ആരൊക്കെയാ? x1 ഓർഡേർഡ് പെയർ x1 ഓർഡേർഡ് പെയർ y2
ഓർഡേർഡ് പെയർ Z1. ആ 3 എലമെൻറ്റ്സ് അവർ തന്നു എ ക്രോസ് ബിയിൽ. എങ്കിൽ ഫൈൻഡ് എ ആൻഡ് ബി. എങ്കിൽ നമ്മുടെ സെറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? സെറ്റ് എയും സെറ്റ് ബിയും. നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. അപ്പോൾ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് എവിടുത്തതാണ്? എ ക്രോസ് ബിയിലെയാണ്. എ ക്രോസ് ബിയിലെ എലമെൻറ്റ്സ് ആണ് നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് എലമെൻ്റ് എല്ലാം എയിലെ ആയിരിക്കണം, സെക്കൻഡ് എലമെൻ്റ് എവിടുത്തെ ആയിരിക്കണം? ബിയിലെ ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം എയിലെയാണ്. നമുക്കൊന്ന് പറക്കിയിട്ട് നോക്കാം. എ ഈസ് ഈക്വൽ ടു, ഇത് കിടക്കുന്ന ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം ഒന്ന് പറക്കിയേ. എക്സ് വൈ ഇസഡ്. ഓക്കെ, അപ്പം നമ്മൾ പറക്കി എക്സ് വൈ ഇസഡ്. ഇനിയുണ്ടോ? തന്നിരിക്കുന്നതൊക്കെ NF3 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് എയിൽ 3 എലമെൻറ്റ്സ്, നമുക്ക് 3 പേരെയും കിട്ടിയില്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? സെറ്റ് എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇനി നമുക്ക് ബി നോക്കാം. എ ക്രോസ് ബി എലമെൻറ്റ്സ് ആകുമ്പോൾ ബി എന്ന് പറയുന്നത് ആരാണ്? സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് ബി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ്സ് നമുക്കൊന്ന് പറക്കി നോക്കാം. ഓക്കെ, 1 2 1 വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ആരൊക്കെ എഴുതിയാൽ മതി? 1 and 2. ഓക്കെ, അപ്പം സെറ്റ് 1 2. ഓക്കെ, ബിയിൽ എത്ര എലമെൻറ്റ്സ് എന്ന് അവർ പറഞ്ഞു? 2. നമുക്ക് 2 പേരെയും കിട്ടിയില്ലേ? അപ്പോൾ ഓക്കെ ആയില്ലേ? അപ്പോൾ ഇവർ എ ക്രോസ് ബിയിൽ കുറച്ച് എലമെൻറ്റ്സ് തന്നാലും നമുക്ക് ആരെയൊക്കെ എഴുതാൻ പറ്റും? നമ്മുടെ എയും ബി എഴുതാൻ പറ്റും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ ഇസഡ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. ഓക്കെ, നമുക്ക് മറ്റു കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യാം. ഇഫ് ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി, 2 ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെങ്കിൽ, ശ്രദ്ധിച്ചോ, 2 ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെങ്കിൽ എ ഈക്വൽ ടു സിയും ബി ഈക്വൽ ടു ഡിയും ആയിരിക്കും. അതായത് ഫസ്റ്റ് 2ഉം സെക്കൻഡ് 2ഉം ഈക്വൽ ആയിരിക്കും. അതുപോലെ തിരിച്ചും ഇപ്പോൾ എ ഈക്വൽ ടു സിയും ബി ഈക്വൽ ടു ഡിയും ആണെങ്കിൽ നമുക്ക് തിരിച്ചും എങ്ങനെ എഴുതാം? ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ സി ഡി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി. അതുപോലെ ഇഫ് എ ബി ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ ബി എ, ഈ 2 ഓർഡേർഡ് പെയർ ഈക്വൽ ആകണമെങ്കിൽ ദ കണ്ടീഷൻ ഈസ് എ ഈസ് ഈക്വൽ ടു ബി. നമുക്ക് തിരിച്ചും പറയാം, ഇഫ് എ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഓർഡേർഡ് പെയർ എ ബി ഈക്വൽ ടു ഓർഡേർഡ് പെയർ ബി എ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് വളരെ പ്രധാനമാണ്. എന്താണ്? 2 ഓർഡേർഡ് പെയേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഫസ്റ്റും ഈക്വൽ, സെക്കൻഡും ഈക്വൽ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. ഫൈൻഡ് എ ക്രോസ് എ. നമ്മൾ ഇതുവരെ 2 സെറ്റിൻ്റെ ക്രോസാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ എങ്ങനെയും വരാം, 3 ക്രോസും വരാം. 3 ക്രോസ് വരുമ്പോൾ ഇപ്പം നമുക്ക് എ ക്രോസ് ബി ക്രോസ് സി ഇങ്ങനെ വന്നാൽ ഇവിടെ 3 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ 3 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയാൽ ഇതിന് നമ്മൾ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്നാണ് പറയുന്നത്. എന്താണ്? ഓർഡേർഡ് പെയർ അല്ല, ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്ന് പറയും. അതിൽ ഇപ്പോൾ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എക്സ് വൈ ഇസഡ്, എക്സ് ഈസ് ഫ്രം എ, വൈ ഈസ് ഫ്രം ബി ആൻഡ് ഇസഡ് ഈസ് ഫ്രം സി. That is A cross B cross C is equal to set of all ordered triplet X, Y, Z such that X belongs to A, Y belongs to B and Z belongs to C. Okay, ഇങ്ങനെ ആയിരിക്കും ഓർഡേർഡ് ട്രിപ്ലെറ്റ്. ഇത് ക്ലിയർ ആയല്ലോ? ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്? എ ക്രോസ് എ. അതായത് എക്കും ബിക്കും സിക്കും പകരമെല്ലാം ഒരേ സെറ്റ് തന്നെ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആദ്യം എ ക്രോസ് എ കാണും, പിന്നീട് നമ്മൾ ഒരു ക്രോസും കൂടെ കാണും. അതായത് എ ക്രോസ് ബി ക്രോസ് സി കാണാൻ പറഞ്ഞാൽ ആദ്യം എ ക്രോസ് ബി കാണുക, പിന്നെ അതിനെ വെച്ചുകൊണ്ട് ക്രോസ് സി കാണുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അപ്പോൾ എ ഈസിക്കൽ സെറ്റ് 1 2 ആണ്. നമ്മൾ ആദ്യം എ ക്രോസ് എ കാണും, പിന്നീട് എ ക്രോസ് എ കാണും. ഓക്കെ, അപ്പോൾ എ ക്രോസ് എ കാണുമ്പോൾ ടീച്ചർ പറഞ്ഞു സംശയം ഉണ്ടാകുന്നവർ എന്ത് വേണം, എ ഒന്നും കൂടെ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ 2 പ്രാവശ്യം ഒന്ന് എഴുതാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. വീണ്ടും എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2. ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. തെറ്റിപ്പോകുമെന്നുള്ളവർ മാത്രം ഇങ്ങനെ എഴുതി, ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും തെറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ എഴുതണം നിർബന്ധമില്ലേ, നമുക്ക് ഇവിടുന്ന് തന്നെ 1 1 1 2 2 1 2 2 അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് കാണുന്നു, എ ക്രോസ് എ കാണുന്നു. അപ്പോൾ എ ക്രോസ് എയിൽ എത്ര എലമെൻറ്റ്സ് കാണും, 2 ഗുണം 2 4 എലമെൻറ്റ്സ്. എങ്ങനെയാണ് എ ക്രോസ് എഴുതുന്നത്, 1 1 1 2 1 1 1 2. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, 2 1 2 2 2 1 2 2. അപ്പോൾ നമുക്ക് എ ക്രോസ് എ കിട്ടി. നമുക്ക് കാണേണ്ടത് എന്താണ്, എ ക്രോസ് എ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, എ ക്രോസ് എ എടുക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, എ ക്രോസ് എ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതങ്ങ് തുടച്ച് ഇവിടെ എഴുതാമല്ലോ. ആൻസർ എന്തെഴുതാം, എ ക്രോസ് എ ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ ക്രോസ് ഇത്, വീണ്ടും ഒരു ക്രോസ് എ. അപ്പോൾ എങ്ങനെ, ഇതിൽ ഓരോന്നും എടുത്തിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. ഇത് ഓരോന്നും 1 പിന്നെ ഇത് ഓരോന്നും 2 നമുക്ക് എഴുതി നോക്കാം. ദാറ്റ് ഈസ്, നോക്കേ, ഞാൻ ആദ്യം ഇതിനെല്ലാം 1 കൊടുക്കുവാണ്. എന്നിട്ട് നോക്കേ, 1 1 1. അടുത്തത് 1 2 1 2 1 1 2 2 1. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? എന്ത് ചെയ്തു, എ ക്രോസ് എയിൽ ഓരോ എലമെൻറ്റും എടുത്തിട്ട് വീണ്ടും ക്രോസ് എയിൽ, അപ്പോൾ ഇതിൽ ഒരു എലമെൻ്റ് എടുത്തു. അപ്പം 1 1 1 1 2 1 2 1 1 2 2 1. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതിൽ ഓരോ എലമെൻറ്റിനെ ആരുടെ കൂടെ കൂട്ടണം, ഈ 2ൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എഴുതാം, എത്ര വരും, എന്ത് വരും, 1 1 2, അതായത് 1 1 2 1 2 2 1 2 2. ഇനി അടുത്തത് 2 1 2 2 1 2. നെക്സ്റ്റ് 2 2 2 2 2 2. നോക്കി, ഇവിടെ ആദ്യം 2 2 എ ക്രോസ് എയിൽ 4 എലമെൻറ്റ്സ്. ഇനി എ ക്രോസ് എയിലോ ഈ 4 ഗുണം 2 8 എലമെൻറ്റ്സ്. നോക്കി, 2 4 6 8. അപ്പോൾ ഇവിടെ എല്ലാം ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഓർഡർ എ ക്രോസ് എ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഓർഡേഡ് ട്രിപ്ലറ്റ് കിട്ടും. ആദ്യം എ ക്രോസ് എ കാണുക, വീണ്ടും ക്രോസ് എ കാണുക. ക്ലിയർ ആയില്ലേ? നമുക്കിനി ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഓർഡേഡ് പെയർ എ ബി മൈനസ് 1 ഈക്വൽ ടു ഓർഡേഡ് പെയർ 4 മൈനസ് 2 ഫൈൻഡ് എ ആൻഡ് ബി. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതേ ഉള്ളൊരു കണ്ടീഷൻ എന്താണ്, 2 ഓർഡേഡ് പെയർ ഈക്വൽ ആണെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരെന്ത് തന്നിരിക്കുന്നു, ഈ 2 ഓർഡേഡ് പെയറും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം, ഇവ രണ്ടും ഈക്വൽ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു 4 ആൻഡ്, അതായത് ഫസ്റ്റും ഈക്വൽ. അടുത്ത് എന്ത് വരും, ബി മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2. ദെൻ വാട്ട് ഈസ് ബി, ബി ഈസ് ഈക്വൽ ടു മൈനസ് 2. നമുക്ക് ബി വേണം. അപ്പോൾ ബിയുടെ കൂടെയുള്ള കോൺസ്റ്റൻ്റ് അപ്പുറത്ത് പോകണം. ഇവിടെ കുറച്ചിരിക്കുകയാണെങ്കിൽ ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ കൂട്ടും. ഇവിടെ കൂട്ടിയിരിക്കുകയാണെങ്കിൽ ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ കുറയ്ക്കും. ഇവിടെ ഗുണിച്ചിരിക്കുകയാണെങ്കിൽ ഈക്വൽ ടുവിന് അപ്പുറം പോയാൽ ഹരിക്കും. ഇവിടെ ഹരിച്ചിരിക്കുകയാണെങ്കിൽ അപ്പുറം പോകുമ്പോൾ ഗുണിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമുക്ക് ബി വേണം. ഇവിടെ കുറച്ചിരിക്കുന്ന ഒരു നമ്പർ ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ എന്തായി, അത് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം -2 + 1 -2 + 1 എങ്ങനെ, ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ, അതായത് വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടാൻ പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ ഇവിടെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വലുത് 2 ആണ്. 2വിൽ നിന്ന് 1 കുറയ്ക്കുക. 2വിൽ നിന്ന് 1 കുറച്ചാൽ 1. വലുതിൻ്റെ ചിഹ്നം
മൈനസ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു -1. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു എന്ത് വന്നു? -1. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പ്ലസും മൈനസും വരുന്ന സംഖ്യകൾ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഡൗട്ട് വരികയാണെങ്കിൽ, അതിനൊരു കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്യുക. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? -2 + 1 എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് ആൻസർ ചെയ്യണം. കോൺഫിഡൻസ് ഇല്ലാത്തവർ, അറിയാവുന്നവരല്ലാതെ തന്നെ ചെയ്യുക. ഓക്കെ, ഇനി അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എയുടെ വാല്യൂ 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു -1. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതും അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഓർഡേർഡ് പെയർ x/3 + 1 y-2/3 ഈക്വൽ ടു ഓർഡേർഡ് പെയർ 5/3 1/5. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇവിടെ നമുക്ക് രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ, ദാറ്റ് ഈസ് ഫസ്റ്റും ഈക്വൽ, സെക്കൻഡും ഈക്വൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റും ഒന്ന് നോക്കാം. എന്തെഴുതാം? x/3 + 1 ഈക്വൽ ടു 5/3. x/3 + 1 ഈക്വൽ ടു 5/3. ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കാണും? നോക്കിയേ, നമുക്ക് എക്സ് വേണ്ടതിന് കൊണ്ട് എക്സിൻ്റെ കൂടെ ഉള്ള മറ്റുള്ള നമ്പറെല്ലാം നമുക്ക് അപ്പുറം കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ 1 കൂട്ടിയിരിക്കുകയല്ലേ, ഈ കൂട്ടിയവണിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായും കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x/3 ഈക്വൽ ടു 5/3 - 1. ഓക്കെ, അപ്പോൾ 5/3 - 1 എങ്ങനെയാണ് കുറയ്ക്കുന്നത്? 3 അങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്ത് വരും? നമുക്ക് എന്തെഴുതാം? x/3 ഈക്വൽ ടു, ഈ 3 അങ്ങോട്ട് പോയപ്പോൾ 5 - 3/3. ഓക്കെ, 3 അങ്ങോട്ട് പോയപ്പോൾ എന്തായി? 5 - 3/3. 5 - 3 എത്രയാണ്? 2. ദാറ്റ് ഈസ് 2/3. നോക്ക്, x/3 ഈക്വൽ ടു 2/3. ദാറ്റ് വാട്ട് ഈസ് എക്സ്? What is x? That is x is equal to 2. ആ 2 എങ്ങനെ കിട്ടി? ഇവിടെ 3 ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ 3യും 3യും കൂടെ ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടി? x is equal to 2. ഓക്കെ, അപ്പോൾ ഈ ആറാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് x is equal to 2 എന്ന് കിട്ടി. നമുക്ക് y കാണണ്ടേ? അപ്പോൾ നമുക്ക് അടുത്ത ജോഡി നോക്കാം. ഈ രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആയതുകൊണ്ട് സെക്കൻഡും ഈക്വൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? y - 2/3 ഈക്വൽ ടു y - 2/3 ഈക്വൽ ടു 1/5. ഓക്കെ, ദെൻ വാട്ട് ഈസ് y? y ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കുറച്ചിരിക്കുന്ന 2/3 നമുക്ക് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 1/5 + 2/3. ഓക്കെ, ടീച്ചർ ഇവിടെ എഴുതുന്ന കുഴപ്പമില്ല, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് എഴുതുന്നുള്ളതേ ഉള്ളൂ. അപ്പം y ഈസ് ഈക്വൽ ടു 1/5 + 2/3. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? ഭിന്നസംഖ്യ കൂട്ടാൻ അറിയാമോ? അതായത് ഡിനോമിനേറ്ററിൻ്റെ ലെസ്സാകൂ LCM കണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകളാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 3 ഇങ്ങോട്ട് ഗുണിക്കും, 5 അങ്ങോട്ട്. അപ്പോൾ 3 ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ 3, ഈ 5 അങ്ങോട്ട് ഗുണിക്കുമ്പോൾ 10. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, താഴെ എന്ത് വരും? 5 × 3, 5 × 3. ഓക്കെ, അപ്പോൾ ഇവിടെ 3 + 10, താഴെ 5 × 3. അപ്പോൾ എത്ര വരും? y ഈസ് ഈക്വൽ ടു 13/15. ഓക്കെ, ഇതിൻ്റെ ബാക്കിയാണ് ടീച്ചർ അങ്ങോട്ട് എഴുതിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ ഫസ്റ്റും ഇക്വേറ്റ് ചെയ്തപ്പോൾ x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? x ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇതിൽ x ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും, അതായത് y - 2/3 1/5 കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 13/15. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും മതി. നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് റിലേഷൻസ് ആണ് നമുക്കിനി അടുത്ത പഠിക്കേണ്ടുന്നത്. അപ്പോൾ റിലേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.